മച്ചാപ്പാടെ വണ്ടിക്കാരാണേ. അപ്പൊ ഇന്ന് വെച്ചാല് ലീവാണ്, കാരണം വണ്ടിക്ക് പണിയൊന്നുമില്ല. പിന്നെ നാട്ടില് വിശേഷം എന്താ വെച്ചാൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഒന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയതാ, അതായത് ഫിഷിങ്. ഇപ്പൊ നാട്ടുമ്പോ സ്റ്റൈലിലുള്ള മീൻ പിടുത്തം കാര്യങ്ങളും പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ട്, നല്ല രസമായിരിക്കും വിചാരിക്കുന്നു. മീൻ കിട്ടിയാ മതിയായിരുന്നു, നോക്കട്ടെ എന്തായാലും. ഞങ്ങളിപ്പോ നാട്ടിൽ തന്നെയുള്ള ഒരു പാടാ, ഇതേ കണ്ടില്ലേ, വലിയൊരു പാടാ. ഇവിടെ കൂടുതലായിട്ട് നല്ല മീനൊക്കെ ഉണ്ടാവും. പിന്നെ പുഴതൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. ഇന്ന് എന്താ പറയാ, നല്ല തോട്ടിലൊക്കെ ഉണ്ടാകുന്ന വരാല് അങ്ങനത്തെ മീനൊക്കെ പ്രതീക്ഷിച്ചാണ് ഇറങ്ങുന്നത്. നോക്കട്ടെ എന്തായാലും കേട്ടോ. എന്താ മച്ചാമാരെ, നമ്മൾ തുടങ്ങിട്ടോ സംഭവം. ഫസ്റ്റ് മീനിനെ അടിച്ചിട്ടോ. ഞങ്ങള് 4 പേരല്ല, 4 പേരല്ല 5 പേര്, രണ്ടാമത്തെ കിട്ടിട്ടോ. ഇന്ന് നല്ല കൊയ്ത്താന്ന് തോന്നുന്നു. ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ, നല്ല സെറ്റ് ആകുന്നുണ്ട് എന്തായാലും. പിന്നെ ഒരാളിത് അവിടെ ചൂണ്ടന്റെ കുളത്തിന്റെ പരിപാടി നോക്കുന്നുണ്ട്. മൂപ്പറ് കുറച്ച് പ്രൊഫഷണലാണ്, മൂപ്പറ് വെറൈറ്റി ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കയ്യില്. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് എന്താ വെച്ചാൽ സാധാരണ രീതിയിലുള്ള നമ്മളെന്താ പറയാ മട്ടന്റെ വടിയൊക്കെ ഇല്ലേ, അതിനെ കൊണ്ടാണ് കിട്ടുന്നത്. നോക്കുക, ബാക്കി ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ട് വരുന്നത്. തുടക്കം മോശമായിക്കില്ല. തുടക്കം നമുക്ക് കടുങ്ങാലിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി സാമ്യമുണ്ടല്ലേ, ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ഇതാ ഇവിടെ മീൻ പിടിക്കേണ്ട മെയിൻ ആൾക്കാരാണ്. അനിയേട്ടനുണ്ട്, ഉണ്ണിയുണ്ട്, ജിതേഷ് ഉണ്ട്, പ്രബീഷ് ഉണ്ട്. പ്രബീഷ് അതാ പിന്നെയും പിടിച്ചു. ആ പോയടാ, വെള്ളത്തിൽ പോയി. മീനായിരുന്നു പഠിക്കുന്നുണ്ട് കേട്ടോ. മുമ്പൊക്കെ പിന്നെ മീൻ പിടിക്കുന്ന അറിയാത്തതിനെ കൊണ്ട് പിടിക്കുന്നില്ല, ഓല് പിടിക്കുന്ന നോക്കുക. ഇതന്നെ മെയിൻ പരിപാടി. അനിയേട്ടനാണ് കേട്ടോ ഇവിടെ ഇപ്പൊ താമർത്തുന്നത്. അനിയത്തിന്റെ ഡേ എന്ന് പറഞ്ഞില്ലേ, അനിയേട്ടന്റെ ഒളസൂര്യ എല്ലാം പോറ്റാന്നില്ലേ. ഇയാൾ ഉണ്ണി ഇപ്പൊ എന്താക്കുക, നീ തിരുവാട്ടിക്കില്ല കുറെ നേരമായി. ഇതാ അടുത്ത മീൻ അവിടെ പിന്നെയും കിട്ടിയിട്ടുണ്ട്. ഒക്കെ ലൈവ് പരിപാടി കേട്ടോ, എഡിറ്റിംഗും ഇല്ല, ഒന്നുമില്ല. പിടിക്കുക കവറിലിട്ട്, ഇത് തന്നെ പരിപാടി. മീനൊക്കെയാ തുള്ളി കണ്ടത്തിലൊക്കെ പോന്ന. എന്തൊരു മീനായി പോയി. അതാ പ്രബി, അതാ പ്രബി, വീണ്ടും പ്രബി, പ്രബീഷ് കളങ്കോളി മിത്തൽ. ചെറുതല്ലേ, നല്ല ചെറുപ്പാണല്ലോ. ഇനി ഇങ്ങനെ നിലത്തിട്ടില്ല, ഞാൻ പിടിച്ചിട്ട് കവറുണ്ട്. അവിടെ പോയി നോക്കി. ആ നല്ലൊരു കറിക്കൊക്കെ ഉള്ള സാധനം ഉണ്ടാവൂലേ, അത്യാവശ്യം വലുപ്പമുണ്ട്. കവറിൽ കുത്തിരിക്കണായിരുന്നു. എടേ എടാ, അത് വെള്ളത്ത് പിടി പോയിണ്ടാവും. ഉദ്ഘാടനം കിട്ടിയോ എന്നായി? അങ്ങനെ ഉണ്ണിക്ക് ഫസ്റ്റിലത്തെ മീൻ അടിച്ചിരിക്കുകയാണ്. ഇവിടെ പോയി കണ്ടത്തിലേക്കൊക്കെ ഇതിൽ എടുത്ത് എറിയ അങ്ങനെ മീന. ഇതിപ്പോ ഞാൻ ഇങ്ങനെ തപ്പി എടുക്കണം. കിട്ടി, സാധനം കിട്ടി. മഴ പെയ്തോ? കഴുത്തൊക്കെ ഒന്ന് പോവും. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ് തോന്നുന്നു. ഫുള്ള് പ്രഭി അടിച്ച് തമർത്താനല്ലോ എന്റെ സമയം. വലിയ ലോട്ടറി എടുത്താലോ, നാളെ വമ്പർ അടിക്കണം. മച്ചാമാർ ഇതാട്ടോ നമ്മളെ മീന് കോർത്തിട്ടെടുക്കുന്നേ ഏരാന്നൊക്കെ പറയും. നിങ്ങളെ നാട്ടിൽ ഈ പേരിനേക്കെന്ന് വിചാരിക്കുന്നു. അല്ല പറയും, സാധനട്ടോ കോർത്തിട്ടെടുക്കുന്നത്. അതേടാ വാള വെച്ചാ വാളാന്ന്. മാലാൻ വളരെ ബുദ്ധിശാലിയായ ജീവിയാണ്. നിങ്ങളിത് പിടിച്ചെറി. ഇതാടോ ഇത് കുറെ ഉണ്ട് കേട്ടോ. നമ്മളെ വീട്ടിന്റെ അവിടെ നിന്നൊക്കെ മണ്ണിന്ന് കുഴിച്ചെടുത്താ മീൻ കൊടുക്കാൻ. വാശിയേറിയ പിടിക്കലാർന്നു. എന്തായാലും നല്ലോണം മീൻ കിട്ടുന്നുണ്ട് കേട്ടോ, അത് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളെ നാട്ടുവൈകളിലൂടെ ബസ്സൊക്കെ വരുന്നില്ലേ. ഇതൊക്കെ എന്താ പറയാ, ഗ്രാമപ്രദേശമാണ്, ചെറിയ ചെറിയ ബസ്സൊക്കെ. ഇപ്പൊ ഇങ്ങോട്ടൊക്കെ ഫുള്ള് വയലൊക്കെ കേട്ടോ.
നല്ലോണം മീൻ കിട്ടുന്നുണ്ട്, അതിന് ഭയങ്കര സന്തോഷം. എന്താ എല്ലാവർക്കും ഓരോ ഇതിൽ തന്നെ വേഗം വേഗം കിട്ടുന്നുണ്ട്. എന്തായാലും വന്ന മോശമായിരിക്കില്ല, സംഭവം ഉഷാറായി. അച്ഛന്മാരെ നല്ല കൊത്താണ്, നല്ല മീൻ കിട്ടുന്നുണ്ട്, ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അടുത്ത നാട്ടിൻ പുറത്തെ നല്ല വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നിപ്പോൾ ഡ്യൂട്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് മീൻ പിടിക്കാൻ വന്നതാണ്, അതിൻ്റെ ജസ്റ്റ് ഒരു ഇന്ന് കാണിച്ചു തരാൻ വിചാരിച്ചാണ്. പിന്നെ നിങ്ങൾ അധികം ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ബാക്കി എന്തായാലും അടുത്ത വീഡിയോ കേട്ടോ.